നമസ്കാരം സുഹൃത്തുക്കളെ. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ പ്രപഞ്ചം നൽകുന്ന ചില രഹസ്യ വഴികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, കടം എന്നത് വെറുമൊരു സംഖ്യയല്ല, അതൊരു ഊർജം, എനർജി ആണ് എന്നതാണ്. നിങ്ങൾ എപ്പോഴും കടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് കടമുണ്ട് എന്ന് ആരോടും പരാതി പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ കടത്തിന്റെ ഊർജത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ച നിയമം അനുസരിച്ച് നിങ്ങൾ എന്തിനാണോ നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ നൽകുന്നത്, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ രഹസ്യങ്ങൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് പറയുന്നതിന് മുൻപ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പ്രചോദനമാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾ ചെയ്യേണ്ട 4 പ്രധാന ഘട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ശ്രദ്ധ മാറ്റുക. ഷിഫ്റ്റ് യുവർ ഫോക്കസ്. കടം തീർക്കാനുള്ള ആദ്യ ഘട്ടം കടത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക എന്നതാണ്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, പക്ഷേ നിങ്ങൾ കടത്തെക്കുറിച്ച് എത്രത്തോളം ആകുലപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങൾ അതിൽ കുടുങ്ങിക്കിടക്കും. പകരം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. കടക്കാരെ ഓർത്ത് ഭയപ്പെടുന്നതിന് പകരം ആ പണം അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനവും സങ്കല്പിക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് മാറ്റുക. 2. കടം നൽകാനുള്ളവരെ അനുഗ്രഹിക്കുക. ബ്ലെസ് യുവർ ക്രെഡിറ്റേഴ്സ്. പലപ്പോഴും പണം നൽകാനുള്ളവരോട് നമുക്ക് ദേഷ്യമോ ഭയമോ തോന്നും. ഇത് നെഗറ്റീവ് ഊർജമാണ്. പകരം നിങ്ങൾക്ക് പണം നൽകിയ ആ വ്യക്തിയെ അല്ലെങ്കിൽ സ്ഥാപനത്തെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുക. അവർക്ക് നല്ലത് വരട്ടെ, എന്റെ കടം വീട്ടാനുള്ള സാഹചര്യം പ്രപഞ്ചം ഒരുക്കുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. അവരോടുള്ള ഭയം മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാൻ തുടങ്ങും. 3. നന്ദി പറയുന്ന രീതി. ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്ര ചെറിയ തുകയുണ്ടെങ്കിലും അതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുക. എന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് ലഭിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ നന്ദി പറയുന്നു, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക. കടം കൊടുക്കാനുള്ള ബില്ലുകൾ കയ്യിലെടുക്കുമ്പോൾ സങ്കടപ്പെടരുത്. പകരം ആ ബില്ലുകൾ പണമടച്ച് തീർത്തതായി സങ്കല്പിച്ച് അതിന് താഴെ പെയ്ഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയോടെ നൽകി എന്ന് മനസ്സിൽ എഴുതുക. ആ ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കാൻ സഹായിക്കും. 4. സമൃദ്ധിയുടെ വാക്കുകൾ ഉപയോഗിക്കുക. യൂസ് വേർഡ്സ് ഓഫ് അബൻഡൻസ്. പകൽ മുഴുവൻ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എനിക്ക് ഒന്നിനും ഗതിയില്ല, ദാരിദ്ര്യമാണ് തുടങ്ങിയ വാക്കുകൾ നിഘണ്ടുവിൽ നിന്ന് ഒഴിവാക്കുക. പകരം പ്രപഞ്ചം എനിക്ക് വഴികൾ കാണിച്ചു തരുന്നു, അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് എനിക്ക് സഹായങ്ങൾ ലഭിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഭാവിയെ ശില്പം പോലെ കൊത്തിയെടുക്കുന്ന ഉപകരണങ്ങളാണ്. സുഹൃത്തുക്കളെ, കടം എന്നത് ഒരു തടവറയല്ല, മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയിൽ വന്ന ഒരു ചെറിയ പിഴവ് മാത്രമാണ്. മേൽപ്പറഞ്ഞ 4 കാര്യങ്ങൾ, ശ്രദ്ധ മാറ്റുക, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, നന്ദി പറയുക, വാക്കുകൾ നിയന്ത്രിക്കുക, ഇവ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 21 ദിവസമെങ്കിലും പരീക്ഷിച്ചു നോക്കൂ. അപ്രതീക്ഷിതമായ വഴികളിലൂടെ പണം വരുന്നതും കടങ്ങൾ ഒന്നൊന്നായി തീരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായും മോചിതനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രപഞ്ചത്തിന്റെ അനന്തമായ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.